ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഹോം മെയ്ഡ് യമ്മീസ്. ഇന്ന് നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫിഷ് മോളി തയ്യാറാക്കിയെടുക്കാം. കരിമീൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഫിഷ് മോളി തയ്യാറാക്കുന്നത്. ദശക്കട്ടിയുള്ള ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീനിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. നമ്മൾ ലൈറ്റായിട്ടുള്ളൊരു മാരിനേഷനാണ് ഇതിനിപ്പോൾ കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ഒരു ലൈറ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് മസാലാസ് ചേർത്തിട്ടുള്ള മാരിനേഷൻ കൊടുക്കണ്ട, ജസ്റ്റ് ഒരു ലൈറ്റായിട്ടുള്ളൊരു മാരിനേഷൻ മതി. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റും കൂടി മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കരിമീൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് മാറ്റിയതിന് ശേഷം ഒരു ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബാക്കി വരുന്ന ഓയിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻ വറുത്തതിൻ്റെ ഫുള്ള് ഫ്ലേവറൊക്കെ ഇറങ്ങിയ ഓയിലായതുകൊണ്ട് അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ചേർത്തിട്ട് ഞാനതിലേക്ക് 2 കഷ്ണം പട്ടയും 2 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ ഉണ്ടെങ്കിൽ ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ലാസ്റ്റ് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചേർത്ത പട്ടയും ഗ്രാമ്പും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയ്ക്ക് ഒരുവിധം വഴണ്ടി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. സാധാരണ വഴറ്റുന്നത് പോലെ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കണ്ട, ഒരു ലൈറ്റായിട്ടുള്ളൊരു കളറ് മാറിയാൽ മതി. ഇപ്പോൾ സവാള അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മൈദയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ മൈദയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ശരിക്കും റെസ്റ്റോറൻറ്റിലേക്ക് അവർ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ മൈദയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ 4-5 കഷ്ണം കശുവണ്ടിയും കൂടി ചേർത്തിട്ട് മിക്സിയിൽ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. അതിനുശേഷം പിഴിഞ്ഞെടുത്തിരിക്കുന്ന പാലാണിത്. ഈ ഫിഷ് മോളിയിലേക്ക് ലാസ്റ്റ് ഒഴിക്കാനായിട്ട് കുറച്ച് തലപ്പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള തേങ്ങാപ്പാലാണിത്. നമ്മൾ കശുവണ്ടി ചേർത്തിട്ട് തേങ്ങാപ്പാൽ ശരിയാക്കി എടുത്താൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും കിട്ടും. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി ആയിരിക്കുള്ളൂ ഇതിന്. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഫിഷ് മോളി സാധാരണയായിട്ട് നമ്മൾ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയൊക്കെ കൂടിയാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു രീതിയിൽ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ സിമ്പിളായിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റിയുമാണ്. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കരിമീൻ 2ഉം ചേർത്ത് കൊടുക്കാം. കരിമീൻ ചേർത്തതിന് ശേഷം അങ്ങനെ ഇളക്കാനായിട്ടൊന്നും പാടില്ല, പൊടിഞ്ഞു പോവും. ഈ കരിമീൻ ചേർത്തിട്ട് അധികം നേരമൊന്നും വെക്കേണ്ട, മാക്സിമം ഒരു 3 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഗ്രേവി നന്നായിട്ട് കുറുകി വരും. നമ്മൾ മൈദ ആഡ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വന്നോളും. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫുള്ളായിട്ടുള്ള ഏലക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഫുള്ളായിട്ടുള്ള ഏലക്ക ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ പൊടി ചേർത്ത് കൊടുത്തത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാണാനായിട്ട് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവുകയും ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ നല്ല ടേസ്റ്റും കിട്ടും. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തലപ്പാൽ ചേർത്തിട്ട് അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ ഫിഷ് മോളി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ ഫിഷ് മോളി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ദശക്കട്ടിയുള്ള മീനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇത് സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ടും മറക്കല്ലേ.
താങ്ക് യു.